വളരെ പെട്ടെന്ന് പ്രിൻറ്റു മഹാദേവിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ പ്രിൻറ്റു മഹാദേവ്, നമ്മൾ മനസ്സിലാക്കുന്നത്, മാധ്യമങ്ങൾ വരുന്ന ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്, പ്രിൻറ്റു മഹാദേവിലേക്ക് തന്നെയാണ് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിണറായി വിജയൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് MV ഗോവിന്ദൻ അടക്കം പിണറായിയുടെ ഈ നീക്കങ്ങളിൽ അസ്വസ്ഥനാണ്. അതിന് PV അൻവറിനെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കുന്നു. അവിടെ P ശശി അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ ഒരു ലോബി, അതായത് മുഖ്യമന്ത്രിയുടെ മരുമകൻ ആയിട്ടുള്ള മന്ത്രി അടക്കമുള്ളൊരു ലോബിയാണ് ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി ഉള്ളത്. ഇത് തിരുത്താൻ വേണ്ടി PV അൻവറിനെ ഉപയോഗിച്ചുള്ള ഒരു ചെസ് കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ തന്നെ കരുതാമോ ശ്രീ പ്രിൻറ്റു മഹാദേവ്? തീർച്ചയായും. നേരത്തെ നമ്മൾ അസ്കർ സാറ് പറഞ്ഞു ഇതിൽ നിങ്ങൾ എഴുതാപ്പുറം വായിക്കേണ്ടതെന്ന്. ഇത് കൃത്യമായൊരു തിരക്കഥയാണ്. ഈ തിരക്കഥയ്ക്ക് ഡയറക്ടറുണ്ട്, ഈ തിരക്കഥയ്ക്ക് പ്രൊഡ്യൂസറുണ്ട്, ഈ തിരക്കഥയ്ക്ക് കൃത്യമായിട്ടൊരു നായകനുണ്ട്. ഇപ്പോൾ സത്യത്തിൽ ഒരു പ്രതിനായകനാക്കിക്കൊണ്ട് ഒരു നായക വേഷമാണ് അൻവറിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ എത്തി നിൽക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. ഒന്ന്, പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അഴിമതി സംഘം ഭരണസിരാ കേന്ദ്രം ഭരിക്കുന്നു. ഒന്ന്, പ്രൈവറ്റ് സെക്രട്ടറി, നിങ്ങൾ നോക്കൂ, ശശി ആരോപണ വിധേയനാണ്, ADGP ആരോപണ വിധേയനാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു മുൻ ശിവശങ്കരൻ. നോക്കൂ, അപ്പോൾ നോക്കൂ, ഭരണവും ഭരണകൂട സംവിധാനവും പിണറായി വിജയൻ അതുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കോക്കസ്, ആ കോക്കസിനെതിരെ പാർട്ടിക്കകത്ത് നിന്ന് കൃത്യമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കോക്കസിനെതിരെ പാർട്ടിക്കുള്ളിൽ, അതായത് കൊട്ടാര വിപ്ലവം തന്നെ നടക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് PV അൻവറാണ്. ഈ വിപ്ലവം എവിടെ വരെ എത്തി നിൽക്കും? CPM-ലെ എലി ഇല്ലം ചുടുമോ എന്നാണ് നമ്മൾ ഇനി അറിയേണ്ടത്.